ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ പെട്രോണസ് ട്വിൻ ടവറും അതുപോലെ KLCC ടവറും ഇതൊക്കെയാണ് കാണാൻ പോകുന്നത്. മലേഷ്യൻ യാത്രയുടെ ലാസ്റ്റ് വീഡിയോ കൂടെയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു യാത്ര പറച്ചിലും ഉണ്ട്. അപ്പം എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഷാരീസ് വേ. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് അക്വേറിയാണ് നിങ്ങൾ കണ്ടത്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പൊ അക്വേറിയിൽ നിന്ന് നമ്മൾ നേരെ പിന്നെ വന്നത് പെട്രോണസ് ട്വിൻ ടവറിന്റെ മുമ്പിലേക്കാണ്. ഇതിപ്പോ എന്താ മലേഷ്യൻ വീഡിയോ ആണോ അതോ വ്ളോഗ് മാറിയോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് നമ്മുടെ സ്വന്തം മലേഷ്യയില് പെട്രോണസ് ട്വിൻ ടവറിന്റെ ഒരു താഴെയുള്ള ഒരു വാഷ് ഏരിയയിൽ നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് നമ്മൾ അടുത്തൊരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. ഇത് വിഷുവിന്റെ ഒരു 3-4 ദിവസം മുമ്പാണ് നമ്മൾ ഈ ഒരു ദിവസം ഉള്ളത്. അപ്പം നമ്മൾ വിചാരിച്ചു വിഷുവിന് നമുക്ക് നാട്ടിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഡ്രസ്സുമായിട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ബ്ലൗസ് എടുക്കാൻ ഞാൻ മറന്നു. എന്നിട്ട് ഞാൻ നോർമൽ ഇട്ട ടോപ്പിന്റെ മീതെയാണ് സാരി എടുത്തത്. അപ്പം ഇത് നമുക്ക് ആകെ 7 kg ആണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിട്ടും നമ്മൾ ഈ സെറ്റ് സാരിയുമായിട്ടാണ് വന്നത്. നമ്മളൊരു ഐഡിയ പറയുമ്പം അതിനൊപ്പം കൂടെ നിൽക്കാൻ ഇതുപോലെ ആളുകളില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെ വേസ്റ്റ് ആണ് അല്ലേ. പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ എല്ലാവരും നമ്മുടെ കൂടെ സെറ്റ് സാരിയുമായിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവരോട് ഞാൻ സ്പെഷ്യൽ ഈ വീഡിയോയിലൂടെ കൂടെ ഒരു താങ്ക് യു പറയാണ്. അപ്പോൾ ഇതിൻ്റെ റീൽ ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. RJ ഷാരി എന്നാണ് എൻ്റെ ഇൻസ്റ്റാ ID. അതേപോലെ തന്നെ ഡോറയുടെ പ്രയാണം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് പെട്രോണസ് ട്വിൻ ടവർ എന്ന് പറയുന്നത്. 88 നിലകളാണ് മൊത്തമുള്ളത്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ഗോപുരം എന്ന ബഹുമതിയാണ്. മൊത്തം 88 നിലകളാണ്. കൂടുതലും ഇതിനകത്ത് ഓഫീസ് സ്ഥാപനങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് നേരം ഫോട്ടോ എടുത്തു. ആ വീഡിയോ ഒക്കെ നമുക്ക് സെറ്റ് സാരി വീഡിയോ ഒക്കെ നമുക്ക് ശ്രീജേഷാണ് ഫുൾ ക്ഷമയോടുകൂടി ഷൂട്ട് ചെയ്ത് തന്നത്. പിന്നെ അപ്പം നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. നേരെ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ. അപ്പം ഡിന്നർ 8 മണിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടേക്ക് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഡിന്നർ ഇന്ന് കഴിക്കുന്ന ഹോട്ടൽ. നമ്മൾ എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഹോട്ടലുകളിലായിരുന്നു നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇതിലും ഞാനും വളരെ ഹാപ്പിയാണ്. അപ്പം അങ്ങനെ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് നമ്മൾ 4ാമത്തെ ദിവസമാണ്. എല്ലാവരും റെഡിയായി. ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നമുക്ക് രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പം ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാവേ. നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെയാണ് നേരെ നമ്മൾ ഫ്ലോറിൽ ഇവിടെ താഴെ വന്ന് ഇവിടെയാണ് നിറയെ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഫുള്ള് തുറന്നിട്ടില്ല. എന്തായാലും കാണിക്കാം. അവസാനത്തെ ദിവസം ആയപ്പോഴത്തേക്ക് കയ്യിൽ റിങ്കറ്റൊക്കെ തീർന്നു എന്നുള്ളതൊരു സത്യമാണ്. ഇത് 100 രൂപയാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. 100 റിങ്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടിലെ ഇന്ത്യൻ റുപ്പി പറയുമ്പോൾ 2000 രൂപയാണ്. പിന്നെ ബാഗിന് ഇവിടെ എല്ലാ ബാഗിനൊന്നും വളരെ റേറ്റ് കുറവില്ല. ചില ബാഗുകൾ അതായത് 12 റിങ്കറ്റിനൊക്കെ ഉണ്ട്. 12 റിങ്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ 250 രൂപ. അതേപോലെ തന്നെ 13, 15 റിങ്കറ്റ് അങ്ങനെയൊക്കെ. അപ്പം ഇതൊക്കെ വളരെ വില കൂടുതലായിട്ടാണ് തോന്നുന്നത്. ഈ കുഞ്ഞു പാവയ്ക്കൊക്കെ 250 നമ്മുടെ നാട്ടിലും അത്രയും കിട്ടും അല്ലേ. കുറേ പേര് വാങ്ങിച്ചു കേട്ടോ. നോക്കട്ടെ, കാണിക്കട്ടെ കാണിച്ച ബാഗ് കാണിച്ച. ഇത് എത്ര രൂപ? 80 റിങ്കറ്റ്. കുഴപ്പമില്ല. അവസാന നിമിഷം ഇവിടുന്ന് ബാഗ് വാങ്ങിച്ച കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ഇത്രയും കുറവിൽ എന്തായാലും നമുക്ക് 250 രൂപയ്ക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ടൈപ്പ് ബാഗുകൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും വാങ്ങിച്ചു. ഇനി ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് KLCC എന്ന് പറയുന്ന ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടവർ കാണാൻ പോവുകയാണെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗൈഡാണ്. ഇന്ന് നമുക്ക് പുതിയൊരു ഗൈഡാണ് വന്നിട്ടുള്ളത്. അലീന എന്നാണ് പേര്. അപ്പം നമ്മൾ ടവറിൻ്റെ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ 1 by 1 ആയിട്ട് ഉള്ളിലേക്ക് കയറും. ഇവിടേക്ക് എല്ലാ സ്പോട്ടിലും ഫോട്ടോഗ്രാഫർമാരുണ്ടാവും. പക്ഷേ ഫോട്ടോ തിരിച്ച് നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണിച്ചൊക്കെ തരും. അതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ നമുക്ക് എന്തിനാ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് അവിടുന്ന് ഫോട്ടോ മേടിക്കണമെന്ന് തോന്നും. അപ്പം നമ്മൾ KLCC ടവറിൻ്റെ മുമ്പിൽ, അതായത് ഏറ്റവും ഹൈറ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് കിഡിലനാണ്. മലേഷ്യയുടെ ഫുൾ ബിൽഡിങ്സ് നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ്. ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലതരം ടിക്കറ്റുകളുണ്ട്. നമ്മൾ ഒബ്സർവേഷൻ ഡെസ്കും സ്കൈ ബോക്സും അങ്ങനെയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം ആ സ്കൈ ബോക്സ് എന്ന് പറയുന്നത് ചെറിയൊരു ബോക്സ് പോലെ ഇങ്ങനെ
ഗ്ലാസ് ഇട്ടിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഈ പറഞ്ഞതാണ് ഈ സ്കൈ ബോക്സ് എന്ന് പറയണത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിനുള്ളൊരു സമയമൊന്നും നമുക്ക് ഇവരോട് അനുവദിക്കുന്നില്ല. ആകെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് 45 സെക്കൻഡാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുക. ആ ഫോട്ടോ അവർ നമുക്ക് എടുത്ത് തരും. അതായത് അവരുടെ ഫോട്ടോ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല പൈസയുണ്ട്. നമ്മുടെ ഫോണിലും അവരെടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും കേട്ടോ. നമ്മൾ അവിടെ നിന്നൊക്കെ എല്ലാവരുടെ ഫോട്ടോ എടുക്കലും സ്കൈ ബോക്സിലേക്ക് കയറലും അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ഡെസ്കിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ എന്ന് പറയുന്നത് നമുക്ക് നല്ല വെയിലടിക്കുന്ന ചൂട് എടുക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് നല്ല റൂഫൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് ഫുൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറേ നേരം നമ്മളെല്ലാവരും ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇതിനുള്ളിലൂടെ നോക്കുന്നത് എന്താണെന്നറിയോ? അപ്പുറത്ത് ഒരു വലിയൊരു ഹോട്ടലുണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് പേര് കുളിക്കുന്നുണ്ട്. ഇതൊരു വമ്പൻ സീനായിരുന്നു. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സീനായിരുന്നേ. യെസ്, അപ്പം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ് ഇത്. ഇനി പോയിൻ്റ് ഉണ്ട്, മീൻസ് ഷോപ്പിംഗ് നമുക്ക് ബാക്കിയുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് നേരെ ലങ്കാവിയിലേക്കാണ് പോകുന്നത്, എൻ്റെ സോളോ ട്രിപ്പ്. അപ്പോൾ ഇവരെ പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ട്രിപ്പ് പോകാനായിട്ട്. അതായത് ഷോപ്പിങ്ങിന് ഇവരെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ പോകുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ KL ടവറിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് പിരിയാണ്. ഇനി നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോണേ. അടിപൊളിയല്ലേ? അങ്ങനെ ഇതാണ് നമ്മുടെ കൂടെ ഉള്ളവർ. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇനി ഇങ്ങനെ ഇവിടുന്ന് പോവാണ്. ലഞ്ച് കഴിച്ചു, അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് എനിക്ക് ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ എന്ന് പറയുന്നത് എന്താ അറിയില്ല, ഇവരെ വിട്ട് പോകുന്നത് കൊണ്ടുള്ളൊരു വിഷമം എന്നറിയില്ല. ശരിക്കും നെഞ്ചിലൊരു ഭാരം പോലെ, എന്തൊരു നെഞ്ചെടുപ്പ് പോലെ. ഇവരുടെ കൂടെ ഗൈഡുണ്ട്. ഇവർ നിബർജിയ ടൈം സ്ക്വയർ എന്ന് പറയുന്ന ഷോപ്പിംഗ് മോളിലേക്കാണ് പോകുന്നത്. അവിടെ 2 മണിക്കൂർ ഷോപ്പ് ചെയ്തിട്ടാണ് തിരിച്ച് എയർപോർട്ടിലേക്ക് ഗൈഡ് കൊണ്ടുവിടും. അപ്പോൾ അവരുടെ കൂടെ ആളുണ്ട് എന്നുള്ളതൊരു സന്തോഷമാണ്. പക്ഷെ എന്നാലും എന്തോ ഒരു സമാധാനക്കുറവ്. ഇനി ഇവരുടെ നാട്ടിൽ സേഫായിട്ട് എത്തി എന്നറിയുമ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു ആശ്വാസം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ലങ്കാവി എന്ന് പറയുന്നത് മലേഷ്യയിലെ തന്നെ ഉള്ള ഒരു ഐലൻഡ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ ബൈ റോഡ് പോകുമ്പോൾ ഒരുപാട് ട്രാവലിംഗ് ടൈം എടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിനാണ് പോകുന്നത്. എനിക്ക് ഇവിടുന്ന് രാത്രി 7 മണിക്കാണ് ലങ്കാവിയിലേക്ക് ഫ്ലൈറ്റ്. ബാക്കിയുള്ളവർക്ക് നാട്ടിലോട്ട് 10 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ അവർക്ക് ഒരുപാട് സമയമുണ്ട്. എനിക്കധികം സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവരുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാനത്. അപ്പോൾ നമ്മളുടെ അടുത്ത ട്രിപ്പുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഞാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. നമുക്ക് വരുന്നത് സെപ്റ്റംബറിൽ ലക്ഷദ്വീപും ഒക്ടോബറിൽ നമുക്ക് ദുബായ് ട്രിപ്പാണ് വരുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഇനി അടുത്ത ലങ്കാവി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.